ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ എടുക്കുന്നത് വില്യം ബ്ലേക്കിൻ്റെ ദ ടൈഗർ എന്ന പോയമാണ്. ഫസ്റ്റ്ലി നമുക്ക് പോയറ്റിനെ ഒന്ന് പരിചയപ്പെടാം. വില്യം ബ്ലേക്ക് ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്, പെയിൻറ്ററാണ്, കൂടാതെ ഒരു പ്രിൻ്റ് മേക്കർ കൂടെയാണ്. തൻ്റെ ജീവിതകാലത്ത് വലിയ തോതിൽ തിരിച്ചറിയപ്പെടാതെ പോയ ബ്ലേക്ക് റൊമാൻറ്റിക് ഏജിലെ പോയട്രിയുടെയും വിഷ്വൽ ആർട്ടിൻ്റെയും ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ പോയട്രിയിലെ മിസ്റ്റിസിസവും സിംബോളിസവും വിപുലമായിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിസ്റ്റിസിസം മീൻസ് ഹി പ്രൈമർലി റൈറ്റ്സ് അബൌട്ട് ഗോഡ്സ് ആൻഡ് റിലേറ്റഡ് തിങ്സ്, ഡിവൈൻ, സ്പിരിച്വൽ. അദ്ദേഹത്തിൻ്റെ പോയട്രീസ് പ്രധാനമായിട്ടും ആത്മീയവും ദൈവികവുമായ വശങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. വില്യം ബ്ലേക്സിൻ്റെ പോയട്രിയിൽ മിസ്റ്റിസിസം ഡീപ്പ് റൂട്ടഡ് ആണ്. അദ്ദേഹം വളരെ ഭാവന സമ്പന്നനായിരുന്നു. കൂടാതെ സെലസ്റ്റിയൽ വേൾഡ്സുമായി ബന്ധപ്പെട്ട ഉയർന്ന സത്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഈ ഫാക്കൽറ്റിയെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മിസ്റ്റിസിസത്തിൻ്റെ ഉപയോഗം ഡിസേണിബിൾ ആണ്. മാരേജ് ഓഫ് ഹെവൻ ആൻഡ് ഹെൽ, ദ ലാംപ് ആൻഡ് ദ ടൈഗർ തുടങ്ങിയ പോയത്തിൽ മിസ്റ്റിസിസവും സിംബോളിസവും അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. വില്യം ബ്ലേക്കിൻ്റെ ദ ടൈഗർ എന്ന ഈ പോയം 1794 സോങ്സ് ഓഫ് എക്സ്പീരിയൻസ് എന്ന കളക്ഷനിലാണ് പബ്ലിഷ് ചെയ്തത്. ഇംഗ്ലീഷ് ലിറ്റററി കനോണിൽ ഏറ്റവും കൂടുതൽ സമാഹരിച്ചിട്ടുള്ള ഒന്നാണ് ഈ ഒരു പോയം. കൂടാതെ ലിറ്റററി ക്രിറ്റിസിസത്തിനും വിവിധ മ്യൂസിക്കൽ വേർഷൻസിനും ഉൾപ്പെടെയുള്ള അനേകം അഡാപ്റ്റേഷനുകൾക്കും വിഷയമായിട്ട് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കവും ഇംഗ്ലണ്ട്, ലാംപ്, ടൈഗർ എന്നിവയെ സൃഷ്ടിക്കുന്നതിനുള്ള ഗോഡിൻ്റെ ഇൻറ്റൻഷനും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പോയത്തിൽ പറയുന്നത് ദൈവത്തിൻ്റെ നാച്ചുറിനെ കുറിച്ചും അവൻ്റെ സൃഷ്ടിയെക്കുറിച്ചും പ്രത്യേകിച്ച് ടൈഗറിനെ കുറിച്ചും സ്പീക്കർ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രൂപത്തിലാണ് ഈ ഒരു പോയം ഫോം ചെയ്യുന്നത്. ലാംപ് പോയം ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ലാംപിനെ പോലുള്ള നിരപരാധികളും ദുർബലരുമായ ജീവികളെ സൃഷ്ടിച്ച അതേ ദൈവത്തിന് ടൈഗറിനെ പോലുള്ള ക്രൂരവും ഭയാനകവുമായ ഒരു മൃഗത്തെ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യമാണ് ഈ ഒരു പോയത്തിൽ വരുന്നത്. അതായത് ഒരു ലാമ്പിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിഷ്കളങ്കമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെയാണോ ഇത്രയും ക്രൂരമായിട്ടുള്ള ടൈഗറിനെ സൃഷ്ടിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ഒരു തിന്മ നിലനിൽക്കാൻ അനുവദിച്ചത് എന്ന ചോദ്യമാണ് കവിതയുടെ ഇൻട്രൊഡക്ഷൻ. അത് എന്താണ്, ദൈവത്തിൻ്റെയും പ്രകൃതിയുടെയും ശക്തിയെ എക്സ്പ്ലോർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി പോയത്തിൻ്റെ മെയിൻ തീംസ്: ക്രിയേഷൻ, സബ്ലിം ആൻഡ് ഇൻഡിപെൻഡൻസ്. ക്രിയേഷൻ മീൻസ് ടൈഗറിനെ സൃഷ്ടിച്ച അമർത്യമായ കൈനെയോ കണ്ണിനെയോ സ്പീക്കർ ചോദ്യം ചെയ്യാണ്. സബ്ലിം മീൻസ് ടൈഗറിനെ ഒരു അത്ഭുതകരവും നിഗൂഢവുമായ ജീവിയായിട്ട് വിശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൻ്റെ ഷോർട്സിൽ ജനറൽ നോളജിൻ്റെ ക്വിസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അറിയാവുന്ന ആൻസേഴ്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസ് നോക്കാം. ടൈഗർ, ടൈഗർ ബേണിംഗ് ബ്രൈറ്റ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് ദ നൈറ്റ്. രാത്രിയിലെ ഫോറസ്റ്റിൽ തിളങ്ങി നിൽക്കുന്ന ടൈഗറെ നിന്നെ ആരാണ് ക്രിയേറ്റ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഇമോർട്ടൽ ഹാൻഡ് ഓ ഐ കുഡ് ഫ്രെയിം ദൈ ഫിയർഫുൾ സിമെട്രി. ഇവിടെ ഇമോർട്ടൽ ഹാൻഡ് എന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇമോർട്ടൽ മീൻസ് അനശ്വരമായ അല്ലെങ്കിൽ മരണമില്ലാത്ത ഏത് കൈകളാണ് നിന്നെ നിർമ്മിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗോഡാണ് ഇതിൻ്റെ ആൻസർ എന്നല്ലേ. പിന്നെ ഫിയർഫുൾ സിമെട്രി എന്ന് പറയുന്നുണ്ട്. സിമെട്രി മീൻസ് അച്ച്, അതായത് ഏത് അച്ചിൽ വെച്ചാണ് നിന്നെ വാർത്തെടുത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ. ഇൻ വാട്ട് ഡിസ്റ്റൻറ്റ് ഡീപ്സ് ഓർ സ്കൈസ് ബേൺഡ് ദ ഫയർ ഓഫ് ദൈൻ ഐസ്. അതായത് ഭൂമിയുടെ ആഴങ്ങളിൽ നിന്നാണോ അല്ലെങ്കിൽ കടലിൻ്റെ ആഴങ്ങളിൽ നിന്നാണോ അല്ലെങ്കിൽ ആകാശത്തു നിന്നാണോ ആ തിളക്കമുള്ള വസ്തു നിൻ്റെ കണ്ണിൽ കൊണ്ടുവച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഓൺ വാട്ട് വിങ്സ് ഡെയർ ഹി ആസ്പയർ വാട്ട് ദ ഹാൻഡ് ഡെയർ സൈസ് ദ ഫയർ. അതുപോലെ ആ തിളക്കമുള്ള വസ്തു എടുക്കാൻ വേണ്ടിയിട്ട് ഏത് ചിറകുള്ള ആളാണ് ധൈര്യപ്പെട്ടത്, അല്ലെങ്കിൽ അത്തരമൊരു തിളക്കമുള്ള വസ്തു ആകാശത്ത് പറന്നു ചെന്ന് എടുത്തിട്ട് നിൻ്റെ കണ്ണിൽ വെക്കാൻ ധൈര്യപ്പെട്ടത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഏത് കൈകൾക്കാണ് അതിന് ധൈര്യം വന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇനി തേർഡ് സ്റ്റാൻസ് നോക്കാം. ആൻഡ് വാട്ട് ഷോൾഡർ ആൻഡ് വാട്ട് ആർട്ട് കുഡ് ട്വിസ്റ്റ് ദ സിനീസ് ഓഫ് ദൈ ഹേർട്ട്. ഇവിടെ ഷോൾഡർ എന്ന് ഉദ്ദേശിക്കുന്നത് മസിൽ പവറിനെയാണ്. ഏത് മസിൽ പവർ യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഏത് ആർട്ട് യൂസ് ചെയ്തിട്ടാണ് നിന്നെ ക്രിയേറ്റ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. കുഡ് ട്വിസ്റ്റ് ദ സിനീസ് ഓഫ് ദൈ ഹേർട്ട്.
നിൻ്റെ ഹൃദയത്തിൻ്റെ ഞരമ്പുകളെ വളച്ചൊടിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്. സിന്യൂസ് ഓഫ് ദൈ ഹേർട്ട് സിംബലൈസ് ചെയ്യുന്നത് ടൈഗറിൻ്റെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ വൈറ്റാലിറ്റി, അതായത് ടൈഗറിൻ്റെ വൈകാരികവും ശാരീരികവുമായ ഊർജ്ജസ്വലതയാണ് സിംബലൈസ് ചെയ്യുന്നത്. ആൻഡ് വെൻ ദൈ ഹേർട്ട് ബിഗാൻ ടു ബീറ്റ്, നിൻ്റെ ഹേർട്ട് അല്ലെങ്കിൽ നിൻ്റെ ഹൃദയം ഇടിച്ചു തുടങ്ങിയപ്പോൾ ആ കൈകൾ ഭയന്നോ എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡ്രെഡ് ഹാൻഡ് ആൻഡ് വാട്ട് ഡ്രെഡ് ഫീറ്റ്, എന്ത് ഭയങ്കര കൈകൾ, എന്ത് ഭയങ്കര കാലുകൾ. അതായത് ഡ്രെഡ് ഹാൻഡ് ആൻഡ് ഫീറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്രിയേറ്റേഴ്സ് ഒംനിപോട്ടൻസ്, അതായത് സൃഷ്ടാവിൻ്റെ സർവ്വശക്തിയെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് സ്റ്റാൻസ് നോക്കാം. വാട്ട് ദ ഹാമർ, വാട്ട് ദ ചെയിൻ, ഇൻ വാട്ട് ഫർണസ് വാസ് ദൈ ബ്രെയിൻ. ഇവിടെ നമ്മുടെ ഗോഡിനെ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ബ്ലാക്ക് സ്മിത്ത് മീൻസ് കൊല്ലൻ എന്ന് പറയില്ലേ, അത് കൊല്ലൻ ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ ഹാമർ യൂസ് ചെയ്യും അല്ലേ, അതുപോലെ ഏത് ഹാമർ യൂസ് ചെയ്തിട്ടാണ് നിന്നെ ഉണ്ടാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ടൈഗറിനെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ടൂൾസും പ്രോസസ്സൊക്കെ ചോദ്യം ചെയ്യാൻ ഇവിടെ ചെയ്യുന്നത്. വാട്ട് ദ ചെയിൻ ഇൻ വാട്ട് ഫർണസ് വാസ് ദൈ ബ്രെയിൻ. ഫർണസ് മീൻസ് തീച്ചൂള, ഏത് തീച്ചൂളയിൽ വെച്ചാണ് നിൻ്റെ ബ്രെയിൻ ഉണ്ടാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ദ ആൻവിൽ, വാട്ട് ഡെഡ് ഗ്രാസ്പ്. ആൻവിൽ മീൻസ് ഈ കൊല്ലനൊക്കെ ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ച് അടിച്ച് പരത്തിയിട്ടാണ് വസ്തുക്കളൊക്കെ ഉണ്ടാക്കുക. സോ ആ കല്ല് ഏതായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഡെഡ് ഗ്രാസ്പ് എന്തൊരു ഭയാനകമാണ് എന്നൊക്കെ പറയില്ലേ, അത് സിംബലൈസ് ചെയ്യുന്നത് ക്രിയേറ്ററിൻ്റെ സർവ്വശക്തിയെയാണ്. ഡെയർ ഇറ്റ്സ് ഡെഡ്ലി ടെറേഴ്സ് ക്ലാസ്പ്, അതിൻ്റെ മാരകമായ ഭീകരതയെ പിടികൂടാൻ ധൈര്യമുണ്ടോ. ഡെഡ്ലി ടെറേഴ്സ് മീൻസ് അതായത് മാരകമായ ഭീകരത സിംബലൈസ് ചെയ്യുന്നത് ടൈഗറിൻ്റെ ക്രൂരതയെയും വിനാശകരമായ കഴിവിനെയുമാണ്. ടോട്ടലി ഈ ഒരു സ്റ്റാൻസയിൽ ഗോഡിനെ ഒരു ബ്ലാക്ക് സ്മിത്ത് ആയിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ബ്ലാക്ക് സ്മിത്ത് എങ്ങനെയാണോ തൻ്റെ പടിപ്പുരയിൽ വെച്ച് ഒരു വസ്തു ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ ഗോഡ് ക്രിയേറ്റ് ചെയ്തു എന്ന രീതിയിലാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫിഫ്ത്ത് സ്റ്റാൻസ് നോക്കാം. When the stars threw down their spears and watered heaven with their tears. ഇത് നേരത്തെ ഉള്ള ആ ഒരു ലൈൻസിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. അതായത് ഒരു കൊല്ലന് എന്തെങ്കിലും ഒരു വസ്തു നിർമ്മിക്കുമ്പോൾ അതിൽ സ്പാർക്സ് ഒക്കെ ഉണ്ടാവും അല്ലേ, അതുപോലെ തൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയ ശേഷം വെള്ളമൊഴിച്ച് തണുപ്പിക്കുന്നതും കാണാം. അപ്പോൾ അതാണ് ഇവിടെ പോയിട്ട് പറയുന്നത് കേട്ടോ. ഡിഡ് ഹി സ്മൈൽ ഹിസ് വർക്ക് ടു സീ, അതായത് നിന്നെ കണ്ടിട്ട് അദ്ദേഹം പുഞ്ചിരിച്ചോ. ഡിഡ് ഹി ഹു മെയ്ഡ് ദ ലാമ്പ് മേക്ക് ദി, അതായത് ലാമ്പിനെ ഉണ്ടാക്കിയ അതേ ആൾ തന്നെയാണോ നിന്നെയും ഉണ്ടാക്കിയത്. അതായത് ലാമ്പ് എന്ന് പറയുന്നത് നിഷ്കളങ്കതയുടെ ഒരു പ്രതീകമാണ് അല്ലേ, ബട്ട് ടൈഗർ എന്ന് പറയുന്നത് എന്താണ്, ക്രൂരമായിട്ടുള്ളൊരു പ്രകൃതമാണ്. സോ ഈ രണ്ട് പേരെയും ഉണ്ടാക്കിയത് ഒരാൾ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇനി സിക്സ്ത് സ്റ്റാൻസ, അത് ഫസ്റ്റ് സ്റ്റാൻസയുടെ റെപ്പിറ്റീഷനാണ്. സോ ഈ ഒരു പോയത്തിൻ്റെ നെയിം ടൈഗർ ആണെങ്കിലും ഈ ഒരു പോയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഗോഡിൻ്റെ ആ ഒരു പവറിനെയാണ്. അതായത് നിഷ്കളങ്കതയുള്ള ലാമ്പിനെ ക്രിയേറ്റ് ചെയ്ത ആൾ തന്നെയാണോ ക്രൂവലായിട്ടുള്ള ടൈഗറിനെയും ക്രിയേറ്റ് ചെയ്തത്. ഗോഡിൻ്റെ ആ ഒരു പവറിനെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ പോയത്തിൻ്റെ സമ്മറി ഇത്ര വരുന്നുള്ളൂ. ഇനി ഇതിലെ പോയറ്റിക് ഡിവൈസ് നോക്കാം. ഇമാജറി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്, റിപ്പിറ്റീഷൻ, അലിട്രേഷൻ, എക്സ്റ്റെൻഡഡ് മെറ്റഫർ, റൈമിംഗ് കപ്ലെറ്റ്സ്. സോ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ പോയത്തിൻ്റെ സമ്മറി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.